സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പല പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു പ്രിയപ്പെട്ട ഉസ്താദ്. എന്താണ് സമ്മേളനത്തെ കുറിച്ച് പറയാനുള്ളത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. വളരെ മനോഹരമായിരുന്നു. അൽഹംദുലില്ലാഹ്. സമസ്തയുടെ സമ്മേളനം 100ാം വാർഷികം 90ാം വാർഷികത്തിൻ്റെ ആലപ്പുഴയിൽ മഹാന്മാരായ ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ പ്രഖ്യാപിച്ച അന്നു മുതൽ സമസ്തയുടെ അംഗങ്ങൾ, സമസ്തയെ സ്നേഹിക്കുന്നവർ, ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർ, ഇഷ്ടം വെക്കുന്നവർ ആ ഒരു സുദിനത്തെ കാത്തു നിൽക്കുകയായിരുന്നു. മഹാനായ സയ്യിദുൽ ഉലമാ തങ്ങൾ ഉസ്താദ് അവറുകൾ മനോഹരമായി നടത്തിയ ഈ പരിശുദ്ധമായ സമ്മേളന നഗരിയിലേക്ക് ജനലക്ഷങ്ങൾ പ്രവാഹമായിരുന്നു. പല ഭാഗത്തിൽ നിന്ന് ഒഴുകിയെത്തിയത് വളരെ മനോഹരമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു വിജയിപ്പിക്കട്ടെ. നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് എന്താ ഉസ്താദ് പറയുന്നത്? വളരെ മനോഹരം, ഒന്നും പറയാനില്ല. അൽഹംദുലില്ലാഹ്, ഇങ്ങനൊരു ക്യാമ്പ് ഇനി വേറൊരാൾക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് സംശയം. നടത്തിയാലൊരു മാതൃക കാണിച്ചു എന്ന് പറയാൻ പറ്റും. അതാണ് സംശയം എന്ന് പറയുന്നത്. മാതൃക കാണിച്ചു എന്ന് പറയാൻ പറ്റും. അത്രയും മനോഹരമായിരുന്നു. അൽഹംദുലില്ലാഹ്. നമുക്കൊക്കെ ഇവിടെ ഒരുപാട് യുവാക്കളെ കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും യുവാക്കളൊന്നും ഇത്തരം സംഘടനകളെ കിട്ടുന്നില്ല എന്നുള്ള പരാതി പൊതുവെ രാഷ്ട്രീയത്തിലേക്ക് ഉണ്ട്. അപ്പൊ എന്താണ് യുവാക്കളുടെ ഒരു പ്രസരണം കാണുമ്പോൾ ഉസ്താദിന് തോന്നുന്നത്? അതായത് 100ാം വാർഷികത്തിന്റെ സമ്മേളനത്തിലൂടെ ഞാനൊരു മഹല്ലത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. വാഴക്കാട് വലിയ ജുമാഅത്ത് പള്ളി കണ്ണിയത്ത് ഉസ്താദ് അന്തി ഉറങ്ങുന്ന റئീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഉറങ്ങുന്ന അവിടെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. ജോലി ചെയ്ത് ഓരോ ജുമായുടെ അവസാന സമയത്തിലൊക്കെ ആളുകളോട് ചോദിക്കുന്നവരൊക്കെ സമസ്ത സമ്മേളനത്തിന് വരുന്നു എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ ഇതിൽ വയസ്സന്മാരെന്നോ അതല്ലെങ്കിൽ പ്രായം കൂടിയവരെന്നോ കുറഞ്ഞവരെന്നോ വ്യത്യാസമില്ലാതെ സമസ്ത വിളിച്ചു ഇറങ്ങി പുറപ്പെടുക. അതെങ്ങോട്ടാണെങ്കിലും. ഓക്കെ.